വേൾഡ് കരാത്തെ ഫെഡറേഷന്റെ കീഴിൽ നിന്നും 8ാമത്തെ ഡാൻ കരസ്ഥമാക്കിയ മധു വിശ്വനാഥിനെ ആദരിച്ചു. തൃപ്യാർ ഹോംബു ഡോജോയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗോജൂക്കാൻ കേരള പ്രസിഡന്റ് ടോംസ് വട്ടോളി പൊന്നാട അണിയിച്ച് ആദരവ് നൽകി. കരാത്തെ ദോ ഗോജൂക്കാൻ കസോക്കുകായ് ഇന്ത്യ നാഷണൽ പ്രസിഡന്റും ചീഫ് ഇൻസ്ട്രക്ടറുമായ മധു വിശ്വനാഥ് 45-ൽ പരം വർഷമായി ഈ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. നിലവിൽ കേരളത്തിൽ നിന്നും ചുരുക്കം ചിലർക്ക് മാത്രം സ്വന്തമായി ക്യോഷി പദവി അദ്ദേഹം ഇതിനോടകം കരസ്ഥമാക്കിയിരുന്നു. നവംബറിൽ എറണാകുളത്ത് വെച്ച് നടന്ന കരാത്തെ കേരള അസോസിയേഷൻ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ശബരിനാഥ് EB, തേജസ് കൃഷ്ണ എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. മുതിർന്ന പരിശീലകരായ മൃദുല മധു, വിഷ്ണുദാസ്, സുധീഷ്, കിരൺ, കാർത്തിക എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള കുട്ടികളുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗും ഇതോടൊപ്പം നടത്തി. കരാത്തയിൽ എങ്ങനെയാണ് ഇന്ന് കുട്ടികൾ വൈറ്റിൽ നിന്ന് യെല്ലോ ബെൽറ്റ് എടുത്ത്, യെല്ലോയിൽ നിന്ന് ഓറഞ്ച്, ഓറഞ്ചിൽ നിന്ന് ഗ്രീൻ, അങ്ങനെ പർപ്പിളിൽ നിന്ന് ബ്രൗണിൽ നിന്ന് ബ്ലാക്ക് എടുക്കുന്നുവോ? നമ്മുടെ എല്ലാ ധാരണയാണ് ബ്ലാക്ക് ബെൽറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഇൻ കരാത്തെ. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് കിട്ടുന്ന ഒരു സ്ഥാനമേ ബ്ലാക്ക് ബെൽറ്റിന് കരാത്തയുടെ വേൾഡിലുള്ളൂ. അപ്പോൾ ഈ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ശേഷമാണ് ശരിക്കും കരാത്തയുടെ പഠനം തുടങ്ങാൻ പോവുകയുള്ളൂ. സോ അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടി പിന്നെ വരുന്ന ജേർണിയാണ് ഫസ്റ്റ് ഡാൻ, സെക്കൻഡ് ഡാൻ, തേർഡ് ഡാൻ, ഫോർത്ത് ഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ വളരെ സീനിയറായ ഒരു പട്ടം 8th ഡാൻ എന്ന് പറയുന്നു. ആ 8th ഡാനിൻ്റെ ഒരു ഓണർ നമ്മുടെ ക്യോഷിക്ക് കിട്ടിയിരിക്കുകയാണ്. ദാറ്റ് ഓൾസോ